Welcome to the online session of Industrial Management and Safety, Module 1, Chapter 3. We are discussing wages and incentives. Wages are the payments made by the employer for the efforts put in by the worker in production. പ്രൊഡക്ഷനിലെ ഒരു വർക്കർ കൊടുക്കുന്ന എഫേർട്ടിന് കൊടുക്കുന്ന കൂലി ആണ് വേജ്. ദീസ് ആർ ദ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഫോർ ദ സർവീസസ് റെൻഡേഡ് ബൈ ദ ലേബർ. എന്താണ് വേജും സാലറിയും തമ്മിലുള്ള ഡിഫറൻറ്റ്? വേജ് ആണ് ചില കേസിൽ അത് ഒന്നാണെന്ന് പറയും, ചില കേസിൽ മൈന്യൂട്ടായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫറെൻ്റ് ആണെന്ന് പറയും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വേജസ് ആർ ഡയറക്ട്ലി എൻഗേജ്ഡ് ബൈ പ്രൊഡക്ഷൻ. അതിനെയാണ് അല്ലെങ്കിൽ ഹവർലി ബേസിസിലായിരിക്കും അല്ലെങ്കിൽ ഡെയിലി ബേസിസിലായിരിക്കും വേജസ്. സാലറി എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രൊഡക്ഷനിൽ എൻഗേജ് ചെയ്യാത്ത എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, സൂപ്പർവൈസിങ് സ്റ്റാഫ് ഉണ്ട്, അതുപോലെ ക്ലറിക്കൽ സ്റ്റാഫ് ഉണ്ട്. അവർക്കൊക്കെ മന്ത്ലി ആയിരിക്കും സാലറി ഉണ്ടാവുക, ഡെയിലി അല്ലെങ്കിൽ ഹവർലി ബേസിസിലായിരിക്കില്ല. അതിനെയാണ് സാലറി എന്ന് പറയാം. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേജസ്. 5 ടൈപ്പ് വേജസ് ഉണ്ട്. നോമിനൽ വേജസ്, റിയൽ വേജസ്, ലിവിങ് വേജസ്, ഫെയർ വേജസ് ആൻഡ് മിനിമം വേജസ്. എന്താണ് ഇതെല്ലാം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എന്താണ് നോമിനൽ വേജസ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി പെയ്ഡ് ടു വർക്കർ ഇൻ ക്യാഷ് ഫോർ ദ എഫേർട്ട് പുട്ട് ഇൻ ബൈ ഹിം ഇൻ ആൻ ഇൻഡസ്ട്രി ആൻഡ് നോ അതർ അഡ്വാൻറ്റേജ് ടു ദ വർക്കർ ഈസ് മേഡ്. അയാൾ ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന വർക്കിനുള്ള കാശ് അല്ലെങ്കിൽ അതിനുള്ള കൂലി മാത്രം, അതാണ് നോമിനൽ. വേറെ ഒരു അഡ്വാൻറ്റേജും ആ വർക്കർക്ക് ഇൻഡസ്ട്രി കിട്ടുന്നില്ല. ആ കേസിനെയാണ് നോമിനൽ വേജസ് എന്ന് പറയാം. റിയൽ വേജസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇതിനോടൊപ്പം അഡീഷണൽ ഫെസിലിറ്റീസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് അറിയാം, ചില കേസിൽ അക്കോമഡേഷൻ ഫ്രീ ആണെന്ന് പറയും, അങ്ങനെ അല്ലെങ്കിൽ യൂണിഫോമുകൾ കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും റിവാർഡ്സുകൾ അല്ലെങ്കിൽ കറണ്ട് ചാർജ്, അങ്ങനത്തെ വേറെ എന്തെങ്കിലും കാശല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അഡീഷണൽ ഫെസിലിറ്റീസ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ടോട്ടലായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ വേജസ്. ലിവിങ് വേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് എ ഫാമിലി, ലൈക്ക് നമ്മളെ എഡ്യൂക്കേഷൻ, നമ്മളെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ ഭക്ഷണം, വസ്ത്രം, ഇൻഷുറൻസ്, മെഡിക്കൽ, അങ്ങനത്തെ എല്ലാ ഇതും കൂടെ കിട്ടുന്നതിനാണ് ലിവിങ് വേജസ് എന്ന് പറയാം. ഫെയർ വേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിവിങ് വേജ് ആയിട്ട് സിമിലറാണ് ഏകദേശം. നമ്മുടെ മറ്റ് ആവശ്യങ്ങൾ, എന്തെങ്കിലും എമർജൻസി വരുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ കമ്പനി, ഇൻഡസ്ട്രി നമ്മളെ സഹായിക്കുകയാണെങ്കിൽ അതിനെയാണ് ഫെയർ വേജസ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് മിനിമം വേജസ്. ഒരു വർക്കർക്ക് ഏറ്റവും മിനിമം ലീസ്റ്റ് എമൗണ്ടാണ് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് നമ്മൾ മിനിമം വേജസ് എന്ന് പറയാം. അത് അയാളുടെ നിലനിൽപ്പിന് ആവശ്യമാണ്, അയാളുടെ ഫാമിലിക്കും. അതിനെയാണ് മിനിമം വേജസ് എന്ന് പറയാം. മിനിമം വേജ് കൊടുക്കുക എന്നുള്ളത് ഒരു ഇൻഡസ്ട്രിയുടെ ബാധ്യതയാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സാണ് പറയുന്നത്, ടു പ്രൊട്ടക്റ്റ് വർക്കേഴ്സ്. കാരണം ഈ വർക്കേഴ്സിനെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിർത്തണം, അവരെ സംരക്ഷിക്കണം. അതുമാത്രമല്ല, അവരിപ്പോൾ നമ്മുടെ കമ്പനിയുടെ മാത്രമല്ല, അവർക്കൊരു ഫാമിലി ഉണ്ട്, അവർക്ക് എന്തായാലും ആ മിനിമം വേജ് കൊടുക്കൽ നിർബന്ധമാണ്. അതുപോലെ ടു പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കേഴ്സ്, അവരെ ചൂഷണം. അത് ഏറ്റവും ആപ്റ്റാവുന്ന എക്സാമ്പിൾ നമ്മുടെ നഴ്സിംഗ് മേഖലയാണ്. നമ്മുടെ നഴ്സുമാർക്ക് അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ. കാരണം അവർക്ക് മിനിമം വേജസ് കൊടുക്കാതെ വളരെ കുറഞ്ഞ സാലറിക്കായിരുന്നു അവരെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ചൂഷണത്തിൽ നിന്ന് നമ്മൾ ഈ മിനിമം വേജ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എത്തണം, എല്ലാ ഇൻഡസ്ട്രികളും, എല്ലാ തൊഴിൽ മേഖലകളും. ടു പ്രൊമോട്ട് പീസ് ഇൻ ഇൻഡസ്ട്രി, അവിടെ സമാധാനം വേണമെന്ന് പറയാനുള്ള കാരണം ഈ മിനിമം വേജ് കൊടുക്കാതിരുന്നാൽ തൊഴിലാളികളുടെ സമരങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ നിസ്സഹകരണം ഉണ്ടാവാം, സ്ട്രൈക്കുകളും പല അവരുടെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാതെ ആരും മടി വരാം. അപ്പോൾ അവർ തമ്മിൽ പാരവെപ്പ്, അങ്ങനെ അവർ സഹകരിക്കാതിരിക്കുക. അപ്പം പ്രൊമോട്ട് പീസ് ഇൻ ഇൻഡസ്ട്രി. ലാസ്റ്റ് ടു ഇംപ്രൂവ് ദ നോർമൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മിനിമം വേജ് കൊടുക്കുക എന്നുള്ളത് ഒരു മെയിൻ ഘടകമാണ്. എന്തൊക്കെയാണ്
ഒരു ഗുഡ് വേജ് പ്ലാനിൻ്റെ ആവശ്യകതകൾ അതൊക്കെയാണ് നമുക്ക് നോക്കുന്നത്. കുറേ പോയിൻറ്റ്സ് ഉണ്ട്, ഒന്ന് ജസ്റ്റ് നോക്കാം. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് എ ഗ്യാരണ്ടീഡ് മിനിമം വേജ് ടു ദ വർക്കർ. നമ്മൾ പറഞ്ഞു ഒരു മിനിമം വേജ് ഉറപ്പുവരുത്തണം എല്ലാ വർക്കേഴ്സിനും. ഇറ്റ് മസ്റ്റ് റിവാർഡ് ദ വർക്കർ അക്കോർഡിംഗ് ടു ഹിസ് കപ്പാസിറ്റി ആൻഡ് മെറിറ്റ്. ഒരു വർക്കറിൻ്റെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അതിന് റിവാർഡുകൾ കൊടുക്കണം മെറിറ്റിനനുസരിച്ച്. അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അപ്പോഴേ അയാൾക്ക് വീണ്ടും ഇത് ചെയ്യാനുള്ള ഒരു ഊർജ്ജവും എല്ലാം ഉണ്ടാവുള്ളൂ. ഇറ്റ് ഷുഡ് എയിം അറ്റ് ഇൻക്രീസിങ് പ്രൊഡക്ഷൻ വിത്തൗട്ട് അഡ്വേഴ്സ്ലി എഫക്റ്റിംഗ് ക്വാളിറ്റി. ഇപ്പോൾ ഒരാൾ നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അയാൾ ഇപ്പോൾ ഒരു 100 പീസ് ഉണ്ടാക്കാനാണ് ഒരു ദിവസത്തെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ അയാൾ ഒരു ദിവസം 120 പീസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് റിവാർഡ് കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ 120 പീസ് അപ്പോൾ കാശ് കൂടുതൽ കിട്ടുന്നുള്ള ഇതുകൊണ്ട് അയാൾ ഇതിലെ ക്വാളിറ്റിക്ക് ഒരിക്കലും ഭംഗം കുറവ് വരാൻ പാടില്ല. ക്വാളിറ്റിക്ക് ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ക്വാളിറ്റി 100 എത്രയാണോ നമ്മളെ കമ്പനി പറഞ്ഞ സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡിൽ തന്നെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അത് കറക്റ്റ് സൂപ്പർവിഷൻ ചെയ്യണം. ഇറ്റ് ഷുഡ് റെഡ്യൂസ് ദ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ ആൻഡ് കെയർലെസ് യൂസ് ഓഫ് പ്ലാന്റ്, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. വേസ്റ്റേജ് കുറയ്ക്കുക, അതുപോലെ കെയർലെസ് ഇതുകളെല്ലാം അവോയ്ഡ് ചെയ്യണം. ഇറ്റ് ഷുഡ് ഹാവ് എഫക്റ്റീവ് സൂപ്പർവിഷൻ. കറക്റ്റ് സൂപ്പർവിഷൻ നടക്കണം, ബോത്ത് ടു എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ്. ഈ വേജ് പ്ലാന് എംപ്ലോയർക്കും അതുപോലെ എംപ്ലോയീസിനും കറക്റ്റായിട്ട്, കാരണം അവർ ഇപ്പോൾ നമ്മളെ സ്ഥാപനം നഷ്ടത്തിലായിക്കൊണ്ട് എംപ്ലോയേഴ്സിനെ സപ്പോർട്ട് ചെയ്യില്ല. അവർക്കും ഒരു ഗുണം ഉണ്ടാവണം, അതിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ ഷെയർ ആയിരിക്കണം അവിടുത്തെ വർക്കേഴ്സിന് കിട്ടുന്നത്. പിന്നെ ബോണസ്, ഇൻസെൻറ്റീവ് ഇതെല്ലാം വേജസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ സാലറീൻ്റെ ഒപ്പം തന്നെ കൊടുക്കണം. അത് പിന്നീടത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല. നമ്മുടെ ജോബിന് ആവശ്യമായുള്ള ബേസ് വേജ് കറക്റ്റായിട്ട് നമ്മൾ ഇത് ചെയ്യണം. ലാസ്റ്റ് പറയുന്നത് ഹൈ വേജ് റേറ്റ് ഷുഡ് ബി പ്രിസ്ക്രൈബ്ഡ് ഓവർ ടൈം വർക്ക്. ഇപ്പോൾ ഓവർ ടൈമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, സാധാരണ നൈറ്റിലൊക്കെ ഓവർ ടൈം എടുക്കുന്നവർക്ക് എന്താണ് സാധാരണ നോർമലി കൊടുക്കുന്ന റേറ്റിനേക്കാളും കൂടുതൽ വേജ് കൊടുക്കണം. ഇനി ഇൻസെൻറ്റീവ്. എന്താണ് ഇൻസെൻറ്റീവ്? ഇൻസെൻറ്റീവ് ഈസ് ആൻ ഇൻഡ്യൂസ്മെൻറ്റ് ഓർ എ റിവാർഡ് വിച്ച് ഈസ് ഗിവൺ ടു എ വർക്കർ ഫോർ ഹിസ് എഫിഷ്യൻസി ആൻഡ് ഹാർഡ് വർക്ക്. ഒരാളുടെ ഹാർഡ് വർക്ക് കാരണമാണ് അല്ലെങ്കിൽ അയാളുടെ എഫിഷ്യൻസി കാരണമാണ് അയാൾക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അയാൾക്കൊരു റിവാർഡ് കൊടുക്കുന്നതിനാണ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. ഈ ഇൻസെൻറ്റീവ് കൊടുക്കുന്നതുകൊണ്ട് അയാൾക്ക് ഇൻസെൻറ്റീവ്സ് മോട്ടിവേറ്റ് ആൻഡ് എൻകറേജ് എ വർക്കർ ടു പ്രൊഡ്യൂസ് മോർ ആൻഡ് ബെറ്റർ. കൂടുതൽ ചെയ്യാൻ, അതുപോലെ ബെറ്റർ ക്വാളിറ്റിയിൽ ചെയ്യാനുള്ള ഇത് മോട്ടിവേഷനും എൻകറേജ്മെൻറ്റും ഉണ്ടാവും. ഇൻസെൻറ്റീവ് ആർ ഇൻ അഡീഷൻ ടു ദ ജോബ് ഹവർലി റേറ്റ് ആൻഡ് ആർ ഇൻ പ്രൊപ്പോർഷൻ ടു ദ വർക്കേഴ്സ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് പ്രൊഡക്ഷൻ. ഇൻസെൻറ്റീവ് എന്നാൽ കമ്പനിക്ക് ലാഭം ഉണ്ടാവും, അതിൻ്റെ ഒരു പ്രപ്പോർഷൻ ഇവർ വർക്കേഴ്സിന് കൊടുക്കുന്നതാണ്. അങ്ങനെയും നമുക്ക് ഇൻസെൻറ്റീവിനെ കാണാം. ഇനി 3 ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ്: ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആൻഡ് സെമി ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പണമായിട്ട് തന്നെ, മണിയായിട്ട് തന്നെ കൊടുക്കുന്നതിനാണ്, എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുന്നതിനാണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറയുക. ആണ് ബോണസ്, പ്രീമിയം, പ്രോഫിറ്റ് ഷെയറിങ് ഇതെല്ലാം അങ്ങനെ ആണ്. എക്സ്ട്രാ വർക്ക് ചെയ്യുന്നവർക്ക്, എക്സ്ട്രാ ഹാർഡ് വർക്ക് ചെയ്യുന്നവരിൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഇതിനാണ് പണമായിട്ട് കൊടുക്കുന്നതിന് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറയും. നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ പണമായിട്ടില്ല, മറ്റ് കാര്യങ്ങൾ, പണമല്ലാത്ത, മണിയല്ലാത്ത കാര്യങ്ങൾ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, സെക്യൂരിറ്റി ഓഫ് ദ ജോബ്, പിന്നെ നമ്മൾ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുക, അതുപോലെ ബെറ്റർ ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് സറൗണ്ടിങ്സ്, അവർക്ക് നല്ല താമസ സ്ഥലം ഇങ്ങനത്തതൊക്കെ കൊടുക്കുക. പിന്നെ അവർക്ക് റെസ്പെക്റ്റ് ആൻഡ് റെക്കഗ്നീഷൻ ഇൻ ദ ഓർഗനൈസേഷൻ, അവർക്കൊരു റെക്കഗ്നേഷൻ കൊടുക്കുക. അതുപോലെ ഹൗസിംഗ്, മെഡിക്കൽ, റിക്രിയേഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ദ വർക്കേഴ്സ് ആൻഡ് ദ ഫാമിലീസ്, അവർക്ക് മെഡിക്കൽ ഫെസിലിറ്റി, അതുപോലെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, ഫാമിലീസിന് വേണ്ട എല്ലാ മറ്റു കാര്യങ്ങൾ, പണമല്ലാതെ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനാണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറയാം. ഇനി സെമി ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവും കൂടെ കൂടി ചേർന്നതിനാണ് സെമി ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ
ഇപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെൻറ് കമ്പനി അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫുഡ് അവിടുത്തെ ക്യാൻറ്റീനിലുള്ള ഫുഡ് സബ്സിഡൈസ്ഡ് ഫുഡായിരിക്കും. ഇപ്പം ഊണിന് 2 രൂപ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിന് വളരെ കുറഞ്ഞ് ചെറിയൊരു പൈസ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ മൂല്യത്തെക്കാൾ എത്രയോ കുറവാണ് കൊടുക്കുന്ന പൈസ. ഇപ്പം നമുക്കറിയാം പുറത്ത് 50 രൂപയ്ക്ക് കിട്ടുന്ന ചോറാണ് 2 രൂപയ്ക്ക് ഇതുപോലത്തെ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുക. പിന്നെ അതിൽ വരുന്നതാണ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. അവരുടെ ചിൽഡ്രൻസിന് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് കുറഞ്ഞ പൈസ ഒരു കുറച്ച് വാങ്ങുന്നുണ്ട്. പക്ഷേ അത് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്ന അത്രയും ഫീ വാങ്ങില്ല. അതുപോലെ പെൻഷൻ ആൻഡ് അതർ ബെനിഫിറ്റ്സ് ഇതെല്ലാം സെമി ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവിൽ വരുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് പ്ലാൻസ് 9 പ്ലാൻസ് ഉണ്ട്. സ്ട്രേറ്റ് പീസ് പ്ലാൻ, സ്ട്രേറ്റ് പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് മിനിമം വേജ്, ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ഹൽസി പ്രീമിയം പ്ലാൻ, റോവൻ പ്രീമിയം പ്ലാൻ, ഗാൻടാസ് ബോണസ് സിസ്റ്റം, വെയർ പ്രീമിയം പ്ലാൻ, ബെഡാക്സ് പ്രീമിയം പ്ലാൻ, എമേഴ്സൺസ് എഫിഷ്യൻസി പ്ലാൻ. നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം. സ്ട്രേറ്റ് പീസ് എന്ന് പറഞ്ഞാൽ ഒരു പീസിൻ്റെ റേറ്റ് എന്നാൽ ഒരു പീസ് പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇത്രയാണ് റേറ്റ് എന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റാൻഡേർഡ് ടൈം, ഒരു ദിവസം ഇത്ര ടൈം വർക്ക് ചെയ്യണമെന്നുള്ളത് ഉണ്ടാവും. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യണതിനനുസരിച്ച് അയാൾക്ക് പൈസ എന്നാൽ എത്രണ്ണം. ഇപ്പോൾ ഒരു ദിവസം 100 എണ്ണമാണ് ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ ആ 100 എണ്ണത്തിന് ഓരോന്നിന് 10 രൂപയാണെങ്കിൽ അയാൾക്ക് ഡെയിലി 100 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ 100 × 10 1000 രൂപ കിട്ടും. അയാൾ 80 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളെങ്കിൽ അയാൾക്ക് 80 × 10 800 രൂപയെ കിട്ടുള്ളൂ. കൂടുതൽ ഉണ്ടാക്കിയാൽ കൂടുതൽ കിട്ടും. ஆனால் അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും പൈസ കിട്ടും. ഡയറക്റ്റായിട്ട് കിട്ടുന്നത് മുഴുവൻ ആ വർക്കർക്ക് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഒരു ദിവസം കമ്പനിയിൽ കറണ്ട് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നു, അപ്പോൾ അയാൾ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അയാൾക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അയാളെ വേജ് അന്ന് 0 ആയിരിക്കും. ഇതാണ് ഒരു മിനിമം വേജ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. നമ്മളവിടെ പറഞ്ഞ് ആ ഡിസഡ്വാൻറ്റേജ് മിനിമം വേജ് കിട്ടുന്നില്ല അതിനെ ഓവർകം ചെയ്യാനാണ് സ്ട്രേറ്റ് പീസ് റേറ്റ് വിത്ത് എ ഗ്യാരണ്ടീഡ് വേജ്. ഒരു മിനിമം വേജ് ഇവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിലൊരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് വെക്കുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ് എത്രയാണ്, ഒരു ദിവസം 100 എണ്ണം ഉണ്ടാക്കിയാലും എന്തായാലും അയാൾക്ക് ഇത്ര രൂപ കൊടുക്കും. അതൊരു മിനിമം വേജാണ്. ആ മിനിമം വേജിൻ്റെ മുകളിലാണെങ്കിൽ അയാൾക്ക് അതിനനുസരിച്ച് ആ സ്ട്രേറ്റ് പീസ് റേറ്റ് അനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു പീസിൻ്റെ റേറ്റ് ഇൻറ്റു എത്രയാണോ ആ പീസാണ് അയാൾ അധികം പ്രൊഡ്യൂസ് ചെയ്തത്, ആ ഇത് വെച്ച് അയാൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഇതാണ് വിത്ത് ഗ്യാരണ്ടീഡ് വേജ് എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രാഫാണ് ഇങ്ങനെയാണ് വരുന്നത്. ഗ്രാഫ് ഇങ്ങനെ ഈ ഒരു സ്ക്വയർ, ഇങ്ങനെ ഒരു സ്ക്വയർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന ഈ ബി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് എന്ത് വിത്ത് ഗ്യാരണ്ടീഡ് വേജ്. ഓക്കെ. ഇനി ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇതിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ് വർക്കേഴ്സിനെ, എഫിഷ്യൻറ്റ് വർക്കേഴ്സും ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സും. കാരണം അവർ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ മുകളിലേക്ക് വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ വേജ് കൊടുക്കും. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 ആണെന്നുണ്ടെങ്കിൽ 100 പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് 10 രൂപ കൊടുക്കും. ഇനി 100ൽ താഴെ ഒരു ദിവസം അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അയാൾക്ക് 8 രൂപ വെച്ചേ ഒരു പീസിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് 2ആയിട്ട്, അതിലാണ് 2 കാറ്റഗറി. എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ഹൂ പ്രൊഡ്യൂസ് മോർ ദാൻ ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഹയർ വേജ് റേറ്റ്, അവർക്ക് 10 രൂപ തന്നെ കൊടുക്കും. 10 താഴെയുള്ളവർക്ക് ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സായിട്ട് കൺസിഡർ ചെയ്യും, അവർക്ക് 8 രൂപയെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ ജോലിയിലേക്ക് വരുമ്പോൾ തന്നെ ഇത്രയും ഒരു ടാർഗറ്റ് അവർക്ക് കുറഞ്ഞ പൈസ കിട്ടുന്നതിൽ ഡിമോട്ടിവേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഹൽസി പ്രീമിയം പ്ലാൻ. ഈ ഹൽസി പ്രീമിയം പ്ലാനിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഏർണിങ്സ് ഓഫ് ദ വർക്കർ ഈസ് ഈക്വൽ ടു R × T പ്ലസ് S - T × R × P/100. ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം, ഇതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാം. R എന്താ? ഹവർലി വേജ് റേറ്റ്, കാരണം നമ്മൾ എത്രയാണോ ഫിക്സ് ചെയ്ത ആ ഫിക്സഡ് റേറ്റ് ആണ്. T എന്നുള്ളത് ആക്ച്വൽ ടൈം, നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈം. S എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം. P എന്ന് പറഞ്ഞാൽ
ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ദ ടൈം സേവ്ഡ് ഗിവൺ ടു ദ വർക്കർ. നമ്മൾ എത്ര ശതമാനം എന്നുള്ളതാണ്. ഇതിൽ പകുതി ശതമാനം. ഇപ്പോൾ ഈ പി എന്ന് പറയുന്നത് റേഞ്ച് 33 കാരണം 3 മുതൽ 4 വരെയാണ്. കാരണം 3 33/1/3% ടു 75%. മോസ്റ്റ് കോമൺ ആയിട്ട് 50% ആണ് എടുക്കുക. 50-50 ഹെൽസി പ്ലാനാണ് പറയാറ്. അപ്പോൾ 50% വർക്കർക്കും കിട്ടും, 50% മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ അവർക്കും കിട്ടും, എംപ്ലോയേഴ്സിനും കിട്ടും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇക്വേഷൻ നോക്കുക. കാരണം ഈ RT എന്നുള്ളത് RT എന്നുള്ളത് അയാളുടെ മിനിമം വേജാണ്. അയാൾക്ക് എന്തായാലും ആ എമൗണ്ട് കിട്ടും. S-T × R × P/100 എന്നുള്ളത് അയാളുടെ ഇൻസെൻറ്റീവാണ്. അയാൾക്ക് കൂടുതൽ വർക്ക് ചെയ്തതിന് കിട്ടുന്ന 2 ടേമായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സേവ്ഡ് ടൈം എത്രത്തോളം ഉണ്ട് നോക്കിയിട്ടാണ് അതിനുള്ള ബെനിഫിറ്റാണ് കൊടുക്കുന്നത്. ഇനി റൊവാൻ പ്രീമിയം പ്ലാനിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മൾ ഹൽസി പ്ലാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലെ ഒരു ഇക്വേഷൻ ഉണ്ട്. E=RT + S-T/S × RT. ഇവിടെ ഒരു ഫിക്സഡ് ഒരു മിനിമം വേജ് കൊടുക്കും, അതോടൊപ്പം ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും. അയാളുടെ എന്താണ് അയാൾ എടുക്കുന്ന ടൈമിനനുസരിച്ച് ഇയാൾക്ക് തന്നെയാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഹൽസി പ്ലാനിനെ കമ്പയർ ചെയ്യുമ്പോൾ ചില കേസിൽ ഈ റൊവാൻ പ്രീമിയം പ്ലാനാണ് കൂടുതൽ ബെനിഫിറ്റ് ആവുക വർക്കറെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത് S-T/S × RT. ഈ റൊവാൻ പ്രീമിയം പ്ലാനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഇപ്പോൾ 10 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട പണി 8 മണിക്കൂർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാലും, ഏറ്റവും മാക്സിമം 5 മണിക്കൂർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 50% ടൈം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്താണ് ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് അല്ലെങ്കിൽ ബെനിഫിറ്റ് ആൾക്ക് കിട്ടുക. കാരണം 10 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട പണി 5 മണിക്കൂർ കൊണ്ട് ചെയ്ത് ബാക്കി 5 മണിക്കൂർ സേവ് ചെയ്യുമ്പോൾ അത് പ്രൊഡക്ഷൻ ടൈം സേവ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ആൾക്കാണ് ഏറ്റവും മാക്സിമം ബെനിഫിറ്റ് കിട്ടുക. പിന്നെ അത് ചിലപ്പോൾ 4 മണിക്കൂർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കിട്ടില്ല. കാരണം അത് ഈ S-T/S ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. അത് ഗ്രാഫിക്കലി ചെയ്ത് നോക്കി, എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ്. മാക്സിമം ഔട്ട്പുട്ട് വരുന്നത് 50% ടൈം സേവ് ചെയ്യുന്ന ആളുകൾക്കാണ്. ഗാൺ ടാസ്ക് ആൻഡ് ബോണസ് സിസ്റ്റം. ഇത് പറയുന്നതിന് ഇതിന് ഇക്വേഷൻ ഒന്നുമില്ല. ഈ വർക്കർ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു പെർസെൻറ്റേജ്. ഇഫ് എ വർക്കർ കംപ്ലീറ്റ് ദ ജോബ് ഇൻ ഗിവൺ സ്റ്റാൻഡേർഡ് ഹി റിസീവ് എ വേജസ് for the standard time and the bonus ranging from 20 to 50% of time taken. When a worker fails to produce the required output, he only gets his time rate without any bonus. അയാൾ കറക്റ്റ് അയാളുടെ ടൈമിൽ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അയാൾക്ക് ബോണസ് ഒന്നും കിട്ടില്ല. പിന്നെ ഇതിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിനെ ഇത് ചെയ്യുന്നത് ഫോർമാൻസാണ്. ആ ഫോർമാൻസിനും കൂടെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബോണസ് കിട്ടും. അപ്പോൾ അവരെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് പണിയെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സൂപ്പർവിഷൻ നടത്തി ഫോർമാനുകൾ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആവും. അതാണ് ഈ ഗാൺ ടാസ്ക് ആൻഡ് ബോണസ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ്. ഇതിലെ ഗ്രാഫിൽ ABC എന്ന് കാണിച്ചിട്ടുള്ളത് ഹൽസി പ്ലാനാണ്. ABC നിങ്ങൾ കാണുന്നുണ്ടാവും. ABC എന്ന് കാണുന്നത് ഹൽസി പ്ലാനാണ്. ABD, ആ ABD എന്ന് പറയുന്നത് ആ BD എന്നുള്ളത് ഒരു കർവാണ്, ഒരു കറക്റ്റ് കർവാണ്. ആ കർവിൻ്റെ ഏറ്റവും മാക്സിമം ഒരു സെമി സർക്കിൾ പോലെയാണ് വരുന്നത്. കർവാണ്, കുറച്ചും കൂടെ കർവാണ്. ആ കർവിൻ്റെ ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് 50%-ലായിരിക്കും. പിന്നെ കുറഞ്ഞ് താഴേക്കാണ് വരിക. കർവ് താഴേക്ക് വരും. ഒരു കറക്റ്റ് ഇപ്പം അതിൻ്റെ ടോപ്പിലാണ് ഈ D നിൽക്കുന്നത്. ഇങ്ങനെ കൂടിയിട്ട് കുറഞ്ഞ് വരും. പിന്നെ ABEF എന്ന് പറയുന്നത് ഗാൺ പ്ലാനാണ്. ഈ ഇത് കുറച്ചും കൂടെ ഈ ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് കുറച്ചും കൂടെ മാറ്റിയിട്ടാണ് ഇതിന് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ABEF. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വേജസ് ആൻഡ് ഇൻസെൻറ്റീവിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.